നമസ്കാരം. കാട് കയറിയുള്ള ചിന്തകൾ പലരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സാധാരണയായിട്ട് ഇതുപോലുള്ള ചിന്തകൾ കയറി വരുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ തുടർച്ചയായിട്ട് കയറി വരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കുന്നുണ്ട്. മനസ്സിൻ്റെ സന്തോഷമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ സാമൂഹ്യപരമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പല ഡിസ്റ്റർബൻസും നമുക്കിതുപോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ? അതിനുള്ള പരിഹാരം എന്താ? നമുക്കെങ്ങനെ അത് മാറ്റിയെടുക്കാം? ഇന്ന് ഞാൻ പറയുന്നത് അതാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള വിഷയങ്ങൾ കിട്ടാനായിട്ട് ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു വിഷയചിന്ത കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരാൻ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ആ സാഹചര്യമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് നമ്മൾ ഏതോ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നുകിൽ ഏതോ ഒരു കാര്യത്തിന് നമ്മളതിനെ ആശ്രയിക്കുന്നു, നമുക്കതിനോട് താല്പര്യമുണ്ട്, ആകർഷണമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഭയക്കുന്നു. മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരുപക്ഷെ ഇത് കഴിഞ്ഞുപോയ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചും ആകാം. എന്തായാലും നമ്മൾ നിരന്തരം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട്, നമുക്ക് പറയാൻ പറ്റുന്നവരോട് ഇതിനെക്കുറിച്ച് നിരന്തരം പറയുന്നുമുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം? ഈ ഒരവസ്ഥയെ നമുക്ക് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം? ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കാട് കയറി ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനൊരു മൂല കാരണമുണ്ട്. ഞാനിവിടെ ഉദ്ദേശിച്ചത്, നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, അതിൻ്റെ കാരണത്തെക്കുറിച്ചല്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെക്കുറിച്ച് കൂടുതലായിട്ട് കോൺഷ്യസ് ആകുന്നു, അതിനെക്കുറിച്ചാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ചിന്തയാണ് കൂടുതലായിട്ടും വരുന്നെങ്കിൽ, ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്, പല സംഭവങ്ങളും ഉണ്ട്. പക്ഷേ അതല്ല നമുക്കിവിടെ വേണ്ടത്. നിങ്ങൾ അതിനകത്ത് ഉത്കണ്ഠപ്പെടണം. അതിനൊരു മൂല കാരണമുണ്ട്, ആ കാരണത്തെയാണ് കണ്ടെത്തേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ആ വ്യക്തിയെ ഇൻഡയറക്റ്റായിട്ട് ആശ്രയിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ആ വ്യക്തിയായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കുണ്ടോ, അതെന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടെത്തണം. പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തകളെ മാറ്റാനാണ് നോക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട്, ആ കാരണത്തെ മാറ്റാനല്ല. അതുകൊണ്ട് ചിന്തകൾ കൂടുതൽ ശക്തമായിട്ട് കയറി വരും. അതുപോലെ തന്നെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട്, ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ആലോചിക്കുക. ഇപ്പം നടക്കുന്നത് എന്താ? ഒന്നുകിൽ ആ സാഹചര്യത്തെ നമ്മൾ മാറ്റാൻ നോക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ മാറ്റാൻ നോക്കുന്നു, അതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമാണോ അതോ വിധേയത്വമാണോ എന്ന് പരിശോധിക്കണം. വിധേയത്വമാണെങ്കിൽ അത് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാണോ അതോ ഷെയർ ചെയ്യുവാണോ? പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാണെങ്കിൽ അത് മാറ്റിയെടുത്തിട്ട് ഷെയറിങ്ങിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആക്കണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ആ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നിനും ചേഞ്ച് കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മകളോട്, ആശയങ്ങളോട് കൂടുതലായിട്ട് പ്രതികരിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അത് ശരിയാണെന്ന് പറയുക, തെറ്റാണെന്ന് പറയുക, അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുക, ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ എതിർത്ത് പറയുക, അങ്ങനെയുള്ള രീതികൾ സ്റ്റോപ്പ് ചെയ്യണം. ഈ അവസരത്തിലൊരു മെഡിറ്റേറ്റീവ് മൈൻഡ് കൊണ്ടുവന്നിട്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഒന്നിച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർമ്മം കൂടുതലായിട്ട് ചെയ്യാൻ നോക്കണം. ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും വിഷയചിന്തകൾ നമ്മളെ അലട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മൂല കാരണം കണ്ടെത്തി അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുന്ന കാര്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും കാര്യത്തിനോട് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. ആ കാര്യത്തെക്കുറിച്ചായിരിക്കണം നമ്മൾ മിക്കവാറും ഈ ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കേണ്ടത്, കൂട്ടുകാരോടൊക്കെ. ഇപ്പം സംസാരിക്കുന്നത് മുഴുവൻ ഈ ഒരു സബ്ജക്റ്റ് മാത്രമാണ്. അപ്പോൾ നിരാശയിൽ നിന്നാണ് ഇങ്ങനൊരു കാട് കയറിയ ചിന്ത വരുന്നെങ്കിലോ? ഈ നിരാശ എങ്ങനെ വന്നു? നമ്മൾ എന്തോ ഒരു കാര്യം ശക്തമായിട്ട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ മോഹിച്ചു, പക്ഷേ അത് നടന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയാകുന്നില്ല. അത് മോഹിക്കാൻ കാരണം എന്താ? നമ്മളതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം മാത്രം കണ്ടു. എന്നുവെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും മാത്രമാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്.
നിങ്ങൾക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന, നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് ബോറടി തോന്നുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾ കോൺഷ്യസ് ആകുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിരാശ കുറയും. ഇപ്പോൾ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്നു, ആരാധന തോന്നുന്നു. കാരണം എന്താ? ആ വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് മാറ്റം വരുത്തിയ ഈ ആരാധനയും പോവും. അപ്പം നമ്മളെ കൂടുതലായിട്ട് ഇതുപോലൊക്കെ ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലുള്ള കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതോ മറ്റുള്ളവരുടെ പ്രശ്നത്തെക്കുറിച്ച്, മറ്റുള്ളവരെ ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച്, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ച്? അങ്ങനെയുള്ളവരുമുണ്ട്. എന്ന് വെച്ചാൽ ചിന്ത ഒരു ശീലമാക്കി മാറ്റിയവർ. അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് മതി. അതുപോലെ കാടുകയറി ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരും. അതുപോലെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മറന്നു പോകുന്നു. എപ്പോഴും ഒരു ടെൻഷൻ നിറഞ്ഞ അവസ്ഥ. അതുപോലെ മൈൻഡ്ഫുൾനെസ് തീരെയില്ല. ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും മൈൻഡ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും മൈൻഡ്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഏത് ചിന്തയും അമിതമായി കഴിയുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. ഇനി ചിന്താശക്തി കൂടുതലുള്ളവരാണെങ്കിലും ഈ അവസരത്തിൽ ഒരു നെഗറ്റീവ് തലത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുവാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.